ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് കേട്ടോ. ആരും വിളിച്ച് എണീപ്പിച്ചിട്ടൊന്നുമില്ല. ആ നേരത്ത് ആരൊക്കെ എണീച്ചു അവരൊക്കെയാണ് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ, സുമയ്യ, ഷിബിലി, സനു, കുട്ടികളും. അയ്മനും ഓരോന്നും എണീച്ചിട്ടില്ല കേട്ടോ. എണീച്ചവർ മാത്രം. പിന്നുള്ളവർ പിന്നത്തെ ട്രിപ്പിൽ വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അമിനേൻ്റെ ഉറക്കക്ഷീണമൊന്നും മുഖത്തുനിന്ന് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് മെയിൻ റോഡിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കണ കടയൊക്കെ എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു. കടികളൊക്കെ മൂപ്പരാൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. സമയം അത്ര ആയിട്ടുള്ളൂ, 6:30 ആ ഒരു ടൈമാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഷിബിലിക്ക് കോഫി, അങ്ങനെ ചായ വേണ്ടവർക്ക് ചായ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നുറുക്ക്, നെയ്വട, അങ്ങനത്തെ കടികളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പര് കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളൂ. അങ്ങനെ മൂപ്പരോട് ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ കടികൾ അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അതൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ മൂപ്പര് കോഫിയും ചായയും ഒക്കെ ഉണ്ടാക്കി തന്നു. അടിപൊളി ചായ. പല്ല് തേക്കാണ്ട് കുടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. ഇവിടെ എത്തിയ പല്ല് തേക്കാത്തൊരു ചായ കൂടി ഉണ്ടാവും ഇതുപോലെ രാവിലെ. അതുകൊണ്ടാണോ എന്നറിയില്ല. ഊട്ടിയിൽ വന്ന ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മളവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിരിക്കുന്നു, അയൽക്കൂട്ടൻ ടീമാണ് എന്നൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. വീട്ടിലേക്കല്ല, കുറച്ചും കൂടെ നടന്ന് കുറച്ച് പോകണം. അതാണ് നമ്മളെ പ്ലാന്. നോക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടത്തുകാർ തന്നെയാണ്. നായക്ക് സംഭവം കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി കേട്ടോ. താഴേന്ന് നമ്മളെ കണ്ടപ്പോൾ ഓടി വന്നതേനു കേട്ടോ. കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ മൂപ്പരാൾക്ക് മനസ്സിലായി. എസ്റ്റേറ്റിക്ക് പണിക്കോണ ആൾക്കാരാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. സാപ്പിട്ടോ? നമ്മളെ മുന്നിലും ബാക്കിലൊക്കെ പണിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കുറേ ചേച്ചിമാർ. അപ്പോൾ ഓരോ കൂടെ നമ്മൾ നടന്നു പോയിട്ടോ. ഓരോ പണിസ്ഥലത്തിയപ്പോൾ ഒരു പോയി. നമ്മളതും കഴിഞ്ഞ് കുറേ ദൂരം നടന്നു പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.